എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ചാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ഇത് നമുക്ക് ചോറിനും ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാം കഴിക്കാൻ പറ്റുന്നൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഈ ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക്. ഇന്നതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയാണ് ഇന്ന് നമ്മൾ. ബീട്രൂട്ട് തോരനുള്ളത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നല്ല ഒരു സാമ്പാർ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു 5 മുട്ട വെള്ളത്തിലിട്ടിട്ടുണ്ട് പുഴുങ്ങാനായി. പിന്നെ അതേ നമ്മൾ നല്ല ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ പുഴുക്കലരിയുടെ പുട്ടാണ്. ഞാനപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഇന്നലെ ഒന്ന് പൊടിച്ച് വെച്ചതാണ്. അപ്പം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇഡ്ഡലി എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇഡ്ഡലി കുട്ടകത്തിൽ തന്നെ വെച്ചിട്ട് ഇത് നല്ല ടേസ്റ്റ്. ഇത് കണ്ട കുറച്ച് തേങ്ങയും ഒക്കെ ഈ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. ഇൻഗ്രീഡിയൻസ് ഇഞ്ചി, ചുവന്ന മുളക്, സവാള, പുളി. അപ്പം നമുക്ക് ഈ ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ ഒപ്പം തന്നെ നമുക്ക് ഈ മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു മീഡിയം സവാളയാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് പുളിയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിനകത്ത് ചേർക്കുന്ന കുറച്ച് മുളക് പൊടിയാണ്. ഇതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതിപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സവാള എടുത്ത് ചെയ്തത്. വേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ അതും ഇടാം. എൻ്റെ ഒരു വേപ്പില ഇല്ല. ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സവാള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ, പിന്നെ ഒരു